വർഷങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും പുതിയ വിശേഷം. ഇപ്പം ടീസറും ട്രെയിലറും എല്ലാം കണ്ടപ്പോൾ തന്നെ ലാസ്റ്റ് പറയുന്ന ഒരു ഡയലോഗ് എല്ലാം അറിയലുണ്ടല്ലോ, അതാണ് ആക്ച്വലി അതിലുള്ളതാ. ഓക്കെ, അപ്പം എല്ലാവരും കൂടി ഒരുമിച്ചൊരു സിനിമ. ഇപ്പം നിവിൻ ചേട്ടനാണെങ്കിലും ധ്യാൻ ചേട്ടനൊക്കെ ഇപ്പം ആഴ്ചയിൽ സിനിമകളാണ്. അപ്പം വലിയ സ്റ്റാറായി പൊട്ടനായിരുന്നു ഞാൻ, പാട്ടുപാടാനറിയാതെ കഥ പറയാനുള്ളൊരു മൂടില്ല. അറിയാത്ത ആളെ പറ്റി എങ്ങനെയാ കഥയൊക്കെ പറയാ? കഥ വിട്, അടുത്ത പിടിക്കേ. പടത്തിന്റെ കഥയെങ്കിലും പറ കുറച്ച്. ഒരു ദൃശ്യ മോഡലായിരുന്നു ഇവർ ഉദ്ദേശിച്ചത്. ആർക്കും കൊടുത്തില്ല. തിയേറ്ററിലുണ്ടാവില്ല മിക്കവാറും. കഴിഞ്ഞ ഇന്റർവ്യൂല് പുള്ളിയുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു, പ്രണവ്, ധ്യാൻ, നിവിൻ, ഈ 3 പേരില്ലെങ്കിൽ ഈ സിനിമ ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. അപ്പോഴും ഇവന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഞെളിഞ്ഞു കയറി ഇരിക്കുകയാണ് അടുക്ക്. അത് വിശാഖ കണ്ണട അല്ലേ, ഇത് സ്വന്തം കണ്ണട. പക്ഷെ അപ്പോഴും നീ നിന്റെ കണ്ണട എനിക്കല്ലേ തന്നത്? ഈ 3 പേർക്ക് അത് കൊടുക്കാൻ മനസ്സിലാവുന്നില്ല. ഇല്ല, തോന്നിയില്ല. കാരണം എന്താണെന്ന് അറിയോ, എനിക്ക് ധ്യാനോട് മാത്രമാണ് ഭയങ്കര ആത്മബന്ധമുള്ളത്. ഞാനത് എല്ലായിടത്തും തുറന്നു പറഞ്ഞിട്ടുണ്ട്. 3 പേരെ പറഞ്ഞു വിടട്ടെ. ഇവര് ചേട്ടനും കാണുന്നില്ലെന്നാ പറയുന്നത്. ഇവരൊരു വീട്ടിലാണ് താമസിക്കുന്നത്. ആണോ? അങ്ങനെയാണോ? ഇവര് സ്വന്തമായിട്ട് വീടൊന്നുമില്ല, ഇങ്ങനെ വീട് വെച്ചിട്ടുണ്ട്. ഇടയ്ക്ക് വീട്ടിലോട്ട് വരുമ്പോ ഇവ വീട്ടിലുണ്ടാവും. പിന്നെ അയ്യോ, അത് അറിഞ്ഞില്ലേ? ഇവൻ 1000 സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് താമസിക്കുന്നത്. അല്ല, എനിക്ക് 7000 സ്ക്വയർ ഫീറ്റ് എന്റെ അച്ഛൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. അത് അച്ഛൻ സ്വത്ത് പാർട്ടീഷൻ കഴിഞ്ഞാൽ എനിക്ക് തരാന്ന് പറഞ്ഞു. ധ്യാൻ ആക്ച്വലി തിരക്ക് വേണ്ടിട്ട് ഭയങ്കര വണ്ണം കുറച്ചിട്ടുണ്ട്. തിരക്ക് മുമ്പ് ധ്യാനിന് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഒരേ ഒരു തവണ ആകെ ചേട്ടൻ പറഞ്ഞോളൂ കുറച്ച് വണ്ണം കുറച്ച് നന്നായിരിക്കും എന്ന് പറഞ്ഞോളൂ എന്ന് ഞാൻ അറിഞ്ഞു. വല്ലപ്പോഴും ഓടുന്ന ഒരു പടത്തിൽ വണ്ണം കുറച്ചിട്ട് ഒരു സീനിൽ അപ്പൂനെ ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ പൊക്കി എടുക്കുന്ന ഒരു ഷോട്ടിൽ വന്നപ്പോൾ ഞാൻ ഏട്ടനോട് പറഞ്ഞു ഇങ്ങനെ അവനെ തീരെ വയ്യ. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, അപ്പോൾ അത് ഓക്കെ ആണോ ഞാൻ പൊക്കി എടുക്കുന്ന സാധനത്തിന്? അപ്പോൾ അവൻ അപ്പോഴും അങ്ങനെ ചിരിയും മാത്രമേ ഉള്ളൂ. അപ്പം പിന്നെ പക്ഷെ വേദനയായിട്ട് നമുക്ക് കാണുകയും ചെയ്യാം. അപ്പം ഞാൻ പെട്ടെന്ന് നിന്റെ വായിൽ എന്താ പഴമാണോ പറഞ്ഞുകൊണ്ടിരാന്ന്. അവൻ ഇതെന്താ ഉദ്ദേശിച്ചത്? വായിൽ പഴം, വാട്ട്സ് ദാറ്റ്? ഒരു സിനിമയുടെ ഇന്ന് വരെ അഭിനയിച്ച ഒരു സിനിമയുടെയും കഥ അഭിനയിച്ച് കഴിഞ്ഞിട്ടും അറിയാത്ത ധ്യാൻ ഇതൊക്കെ നേരത്തെ റിഹേഴ്സ് ചെയ്തിട്ടൊക്കെ. അല്ല, എനിക്ക് ഫസ്റ്റ് ഹാഫേ തന്നിട്ടുള്ളൂ. ഫസ്റ്റ് ഹാഫിലുള്ള സീൻ വന്നപ്പോഴാണ് സെക്കൻഡ് ഹാഫ് ആണ് ടഫ് ഏരിയാസ്. അതുകൊണ്ട് ആ കഥയൊന്നും അവന്റെ അടുത്ത് പറഞ്ഞില്ല. ഒന്നും പറയണില്ല ഡയറക്ടർ. എനിക്കൊന്നും പറയാനില്ല, ഇവര് പറയട്ടെ. എന്നാ ഈ പടത്തിന്റെ കഥയെങ്കിലും പറ കുറച്ച്. കഥ പറയല്ലേ പ്ലീസ്. പറയാനില്ല. പടത്തിന്റെ കഥയെങ്കിലും കുറച്ച്. വിനീതേട്ടൻ ഇവനിരിക്കുന്ന ഇന്റർവ്യൂലൊക്കെ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ? ഇവൻ കഥ പറയുന്നുണ്ടോ?